ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കറി വയ്ക്കണ പരിപ്പ് വെള്ളത്തിലിട്ട് ഒരു കഷ്ണം കായം LG കായം ഇട്ടിട്ട് കുതിർത്തി അതിലിട്ട് കുതിർത്തിയിട്ട പരിപ്പിനോടൊപ്പം എന്നിട്ട് ഞാനത് നന്നായി അരച്ച് വെണ്ണ മാതിരിയാക്കി അരച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് അതിൽ കുറച്ച് മുളകും പൊടി പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇളക്കി വെച്ചു കേട്ടോ. ഞാൻ ഇന്ന് വഴുതനങ്ങ കൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാവും, ഇതിന് മുന്നേ നിങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാനിതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിനെ നൈസാക്കി നമ്മൾ അരിഞ്ഞ് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ നൈസാക്കി അരിയണം, അത്രയും നൈസാക്കി അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് അതിനെ നൈസാക്കി അരിഞ്ഞ് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഇതിലത്തെ വെള്ളം പാകാവാനായിട്ട് ഒരു 2 സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നമുക്കിത് ഇങ്ങനെ കായപ്പൊടി ഇട്ടിട്ട് ഗോതമ്പ് പൊടിയിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പരിപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്തു മാത്രം, കടലമാവിലത് ചെയ്യുക, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു മാത്രം. അങ്ങനെ നമ്മൾ ഇത് ഓരോന്ന് ആദ്യം തന്നെ കറിവേപ്പിൻ്റെ ഇലയിൽ ഇട്ടു വെളിച്ചെണ്ണയിൽ. എന്നിട്ട് ഞാനിതപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ ഓരോന്ന് ഇങ്ങനെ ഇട്ട് അതിനെ മറിച്ചിട്ട് കൊണ്ടിരിക്കുക കേട്ടോ. മറിച്ചിട്ട് അതിനെ മൊരിയാൻ നോക്കി തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിഞ്ഞതിന് ശേഷം അതിനെ വാങ്ങിയെടുക്കും കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് മേടിച്ചിട്ട് അവരിങ്ങനെ ഓരോ സോഡാപ്പൊടി മറ്റേത് മറിച്ച് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മുടെ വയറിന് നമുക്കൊന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് വെച്ചെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ചെയ്ത് കൊടുക്കുക നല്ലത്. കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. അത് എപ്പോഴും ആകുമ്പോൾ നല്ലതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാം കൊണ്ട് കുറേ ഐറ്റംസ് കൊണ്ട് ഇങ്ങനെ ബജ്ജി മാതിരി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒന്ന് കാണിച്ച് തന്നു മാത്രമല്ല. എനിക്കിത് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാച്ചെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടും. എന്താ കാരണം വെച്ചെങ്കിൽ എരിവും ഉപ്പും ഒക്കെ ഉള്ള കാരണം, പിന്നെ നല്ല സോഫ്റ്റാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വഴുതനങ്ങ മേടിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല കുട്ടികൾക്കൊക്കെ. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും പരിചയക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതുമാതിരി ചെയ്യുമ്പോൾ അവർക്കും അത് ഇഷ്ടമാവാണ്ടിരിക്കില്ല. അങ്ങനെ ഞാനപ്പോൾ ചായക്കൊപ്പം കഴിക്കാൻ നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. ഓക്കെ, താങ്ക് യു.